എന്റെ ദിവ്യ ഹൃദയ രൂപം തിരുസ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ആശീർവാദം ഉണ്ടാകും. മിക്കവാറും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലുള്ള ചിത്രം ഏതായിരിക്കും? യേശുവിന്റെ ഏത് ചിത്രമായിരിക്കും? യേശുവിന്റെ പല ചിത്രങ്ങളുണ്ടെങ്കിലും മിക്കവാറും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ചിത്രം തിരുഹൃദയ ചിത്രമാണ്. ഇനി മറ്റു ചിത്രങ്ങളുണ്ട്, തിരുഹൃദയ ചിത്രം ഇല്ലെങ്കിൽ നിർബന്ധമായും തിരുഹൃദയത്തിന്റെ ഒരു ചിത്രം നമ്മൾ വീട്ടിൽ വെക്കണം, ഒരു ഫോട്ടോ നിർബന്ധമായി. അത് ഈശോ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ബ്ലെസ്സിങ് ഭവനങ്ങളിൽ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഭവനങ്ങളിൽ ഈശോയുടെ ചിത്രമുണ്ട്, പല തരത്തിലുള്ള ചിത്രങ്ങളും ഉണ്ടാകാം, നല്ല കാര്യം. തിരുഹൃദയ ചിത്രം ഇല്ലെങ്കിൽ നിർബന്ധമായും വെക്കണം. കാരണം അത് ഈശോ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഈശോ അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എന്റെ തിരുഹൃദയ ചിത്രമുള്ള ഭവനങ്ങളിൽ പ്രത്യേക ബ്ലെസ്സിങ് ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ തിരുഹൃദയ തിരുസ്വരൂപ ചിത്രം ഇല്ലെങ്കിൽ നിർബന്ധമായും ആ തിരുഹൃദയ ചിത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും. ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പിന്നെ അത് മായ്ച്ചു കളയില്ല. അതായത് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ യേശുവിന്റെ ചങ്കിൽ ഈ പേര് എഴുതപ്പെടും. കല്ലിൽ കൊത്തിവെച്ചാൽ എന്ന പോലെ എഴുതപ്പെടും. മായ്ക്കപ്പെടില്ല, പിന്നെ അതവിടെ എഴുതപ്പെടും. ഈ ഭക്തി പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ. നമ്മൾ പ്രത്യേകിച്ച് ഈ എന്താ പറയാ, ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ തിരുഹൃദയ ഭക്തിയിൽ വളർത്താൻ ശ്രമിക്കുക. തിരുഹൃദയ ഭക്തിയിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം തൊട്ട് അദ്ദേഹത്തിന്റെ മുത്തശ്ശി അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥന, ഒരു സുഹൃജപം, എപ്പോഴും ചൊല്ലാൻ ആവശ്യപ്പെട്ട് പഠിപ്പിച്ചിരുന്ന ഒരു സുഹൃജപമാണ് ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന് വെച്ചാൽ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണമെന്ന്. എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണമെന്ന്. ചോദിക്കട്ടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയോ ഇല്ലയോ? നിങ്ങൾക്ക് എന്തൊരു സംശയം പോലെ. ആയോ ഇല്ലയോ? ഇത്രയധികം ഈ ലോകം അംഗീകരിച്ചൊരു പാപ്പ വേറെ അധികം കാണാൻ സാധ്യതയില്ല, അല്ലെ? അത്രയും വിശാലമായൊരു ഹൃദയം. ചെറിയ പ്രായം തൊട്ട് ആ മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ കുഞ്ഞു പ്രായം മുതൽ ഈ പാപ്പ അത് ചൊല്ലിയിരുന്നു, ഫ്രാൻസിസ് പാപ്പ അത് ചൊല്ലിയിരുന്നു. എന്ത്? ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ. ഫ്രാൻസിസ് മാർപ്പാപ്പിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രങ്ങൾ എന്താണ്? പാവപ്പെട്ടവരോടും പീഡിതരോടും ആരോരും ഇല്ലാത്തവരോടും കരുണ കാണിക്കുന്ന, അനുകമ്പ കാണിക്കുന്ന അത്തരം ചിത്രങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുക. ആദ്യ വെള്ളിയാഴ്ച 9 മാസം തുടർച്ചയായി ആദ്യ വെള്ളിയാഴ്ച, ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ, 9 വെള്ളിയാഴ്ച 9 മാസം ആദ്യ വെള്ളിയാഴ്ച, 9 മാസം തുടർച്ചയായി ആദ്യ വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം ഞാൻ നൽകും. അപ്പം മുടങ്ങാതെ മാസാദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന പങ്കെടുത്ത് ദിവികാരനെ സ്വീകരിക്കുന്നത് അതൊരു നിയോഗാർത്ഥം തന്നെ ചെയ്യുന്നത് നല്ലതാണ്, മുടങ്ങാതെ. അതിന് ഈശോ തന്ന വാഗ്ദാനം ഇതാണ്, അവസാനം വരെ നിലനിൽപ്പിന്റെ വരം തരും. എന്റെ അനുഗ്രഹം കൂടാതെ കൂദാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കില്ല. അവരുടെ മരണത്തിന്റെ അവസാന മണിക്കൂറിൽ എന്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമായ സങ്കേതമായിരിക്കും. ഇതാണ് മാസാദി വെള്ളി ഭക്തി വളർന്നതിന്റെ പുറകിലുള്ള ഈ വാഗ്ദാനമാണ് അതിന്റെ കാരണം. തിരുഹൃദയ വാഗ്ദാനങ്ങൾ. മാർഗരറ്റ് മേരി അലക്കോക്കിന്, അതായത് മർഗരീത്ത മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയത്തിന്റെ ചിത്രത്തോടെ പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയവുമായി ബന്ധപ്പെട്ട ഭക്തി അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കാനുള്ള കാര്യം ആവശ്യപ്പെടുകയും ആ സമയത്ത് ഈശോ തന്നെ കൊടുത്ത കുറച്ച് വാഗ്ദാനങ്ങൾ തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെട്ടാൽ വളർന്നാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹവും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും തമ്പുരാൻ തന്നൊരു ജീവിതാന്തസ് ഉണ്ട്. പൗരോഹിത്യമാകാം, സന്യാസമാകാം, വിവാഹ ജീവിതമാകാം, കുടുംബജീവിതമാകാം, ഏകസ്ഥ ജീവിതമാകാം, എന്തുവാകട്ടെ, ഈ ജീവിതാന്തസ്, എന്റെ ജീവിതാന്തസ് അത് ഏറ്റവും വിശ്വസ്തയോടെ ദൈവം ആഗ്രഹിക്കും വിധം മുന്നോട്ട് പോകാൻ ഉള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകവും വരവൊക്കെ തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ കിട്ടും. തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ ലഭിക്കും. രണ്ടാമത്തേത്, അപ്പോൾ ഒരു കാര്യം ഓർക്കും, ഇപ്പോൾ കുടുംബജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുന്നവർ, പ്രത്യേകിച്ച് പലരും മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരായിരിക്കും. അങ്ങനെ ഡിവോഴ്സുകളും ഒക്കെ ഇങ്ങനെ കൂടി വരാണ്, നമുക്കറിയാലോ. നിസാര കാര്യത്തിന്റെ പേരിൽ ഡിവോഴ്സുകൾ അല്ലെങ്കിൽ വിവാഹ ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കുന്നവർ വിവാഹ ജീവിതത്തിലേക്ക് വന്നാൽ തന്നെ നിസാര കാര്യത്തിന്റെ പേരിൽ ഡിവോഴ്സിലേക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയത് കൂടെ ഉള്ളൂ, ഇതൊന്നും കുറയാനൊന്നും പോകണില്ല, പ്രശ്നങ്ങൾ കൂടെ ഉള്ളൂ. ഒരു ജീവിതാന്തസ്, ആ ജീവിതാന്തസ്സിൽ നിലനിൽക്കാൻ വേണ്ട ഒരു കൃപ, വരം ഈശോ പറയാണ്, ഈശോ വെളിപ്പെടുത്തിയ, ഈശോ തന്നെ പറഞ്ഞ വാഗ്ദാനമാണ്. ജീവിതാന്തസ്സിന് വേണ്ട കൃപ കിട്ടും തിരുഹൃദയ ഭക്തിയിൽ വളർന്ന്. അതാണ് തിരുഹൃദയത്തിന് ഒന്നാമത്തെ വാഗ്ദാനം.
2, കുടുംബങ്ങളിൽ സമാധാനം. നമ്മളൊക്കെ വിഷമിക്കുന്ന മേഖലകളിൽ ഒന്നായിരിക്കാം, അല്ലെങ്കിൽ കുറെ പേരെങ്കിലും വിഷമിക്കുന്ന ഒരു മേഖലയായിരിക്കാം സമാധാനമില്ലാത്ത ജീവിതാന്തരീക്ഷം, സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം. കുടുംബത്തിൽ ഒരു സമാധാനം നിറയാൻ തിരുഹൃദയ ഭക്തിയിൽ വളരാൻ ശ്രമിക്കുക. 3, സങ്കടങ്ങളിൽ ആശ്വാസം. ഒരുപാട് ഭാരങ്ങളും വിഷമങ്ങളും വേദനകളുമായിട്ട് നടക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെക്കാളും കൂടുതൽ സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ നമ്മുടെ മുൻ തലമുറയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടായിരുന്നില്ലയോ? നമ്മളെക്കാൾ കൂടുതൽ സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ നമ്മുടെ പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവരുടെ ജീവിത സാഹചര്യമായിട്ട് നമ്മുടെ ജീവിത സാഹചര്യം ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുണ്ട്. ഏത് രീതിയിൽ ചിന്തിച്ചാലും. ഞങ്ങൾ പോരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയായിരുന്നു, ഈ ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ എത്തുന്നു? സത്യമല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് വഴി തെറ്റാണ്ട് ഇവിടെ എത്താൻ പറ്റി, ഇവിടെ എത്താൻ പറ്റി. പണ്ടൊക്കെ ആയിരുന്നെങ്കിലോ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു കാലമാണെങ്കിലോ, ഇവിടെ എത്തണമെങ്കിൽ ചിലപ്പോൾ ഇന്നലെ രാത്രി പുറപ്പെടേണ്ടി വരും. കാരണം വഴി അറിയില്ലല്ലോ, ഇതെങ്ങനെ പോരണം എന്നറിയില്ല, ഒന്നും അറിയില്ല. ഇതിപ്പോ 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ വഴി, ഞങ്ങൾ പോരുന്ന വഴി അച്ഛൻ പറയായിരുന്നു, എത്ര മനോഹരമായ വഴി, എത്ര നല്ല വഴി ഒരു ബുദ്ധിമുട്ടില്ല. പണ്ടെങ്ങനെയായിരുന്നു? പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വെറുതെ ഇന്നുണ്ടായ ഒരു കാര്യം കൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. ഏത് രീതിയിൽ ചിന്തിച്ചാലും നമ്മുടെ പൂർവികര് കടന്നുപോയ സഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടേതൊക്കെ എത്ര ചെറുതാ. എന്നിട്ട് പോലും നമുക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പൊ എന്താണ് അവരെയൊക്കെ പിടിച്ചു നിർത്തിയ ബലം? ഇവിടെ നമ്മുടെ സങ്കടങ്ങളിൽ തിരുഹൃദയം നമുക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറും. സങ്കടങ്ങളിൽ ആശ്വാസം. 4, ജീവിതകാലത്തും മരണസമയത്തും ഉറപ്പുള്ള സങ്കേതം. നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ ഒരു സംരക്ഷണവും സങ്കേതവും ആയിരിക്കും മരണസമയത്ത് നമുക്ക് ഈശോയുടെ സഹായം. മരണസമയമാണ് ഏറ്റവും അധികം നമ്മൾ വിശുദ്ധരുടെ ആത്മീയ പിതാക്കന്മാരുടെയൊക്കെ ചിന്തകൾ പഠനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതായത് മരണസമയമാണ് നമ്മൾ ഏറ്റവും അധികം പൈശാചിക ഉപദ്രവം ഫേസ് ചെയ്യാൻ പോകുന്നത്. പൈശാചിക ഉപദ്രവം നേരിടാൻ പോകുന്ന സമയം മരണസമയമാണ്. എന്താ കാരണം? നരകത്തിന്റെ മുഴുവൻ ശക്തിയും മുഴുവൻ ആയുധങ്ങളും പ്രയോഗിക്കാൻ പോകുന്ന സമയം മരണസമയമാണ്. എന്തായിരിക്കും കാരണം? ഇത് പിശാചിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇതും കൂടി ഉള്ളൂ അവസരം. ഇപ്പൊ കിട്ടിയ എന്നേക്കുമായിട്ട് കിട്ടി. നരകത്തിലേക്ക് ഇപ്പൊ കിട്ടിയ എന്നേക്കുമായിട്ട് കിട്ടി. കാരണം നരകം നിത്യമാണ്, ഒരിക്കൽ പോയാൽ പിന്നെ തിരിച്ചു വരവില്ല. അതുകൊണ്ട് അതിന്റെ സർവ്വശക്തി ഉപയോഗിച്ചു. ഇപ്പൊ നമ്മുടെ ജീവിതകാലത്ത് നമ്മളൊരു പാപത്തിൽ വീണാൽ തന്നെ അനുദപിക്കാനും കുമ്പസാരിക്കാനും തിരിച്ചു വരാനും നമുക്ക് അവസരമുണ്ട്. പക്ഷെ മരിക്കുമ്പോൾ ആ സമയത്ത് ഒരു അനുതാപവും പശ്ചാത്താപവും ഇല്ലാതെയാണ് മരിക്കണമെങ്കിൽ, പാപമോചനം സ്വീകരിക്കാതെയും ദൈവനാമം വിളിക്കാതെയും പ്രതീക്ഷയില്ലാതെ നിരാശയിലാണ് മരിക്കണമെങ്കിൽ എന്നേക്കുമായിട്ട് ഈ ആത്മാവ് നിത്യനാശത്തിൽ പോവല്ലേ. അപ്പൊ നരകം അതിന്റെ സർവ്വശക്തി ഉപയോഗിക്കുന്ന സമയമാണ് മരണസമയം. പക്ഷെ ഇതാ തിരുഹൃദയനാഥൻ നമുക്ക് വാഗ്ദാനം തരുന്നു, മരണസമയത്ത് ഉറപ്പുള്ള സംരക്ഷണവും സങ്കേതവും ആയിരിക്കുമെന്ന്, തിരുഹൃദയ ഭക്തിയിൽ നമ്മൾ വളർന്നാൽ. ഇനി 5 കാര്യം, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ ചൊരിയും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ബ്ലെസ് ചെയ്യപ്പെടും, ആ പ്രവൃത്തിയിൽ അനുഗ്രഹം ചൊരിയപ്പെടും. നമ്മളൊരു അതെന്തു ആകട്ടെ, നമ്മുടെ പ്രവർത്തികൾ, വീട്ടിൽ ചെയ്യുന്ന ജോലികളാവട്ടെ, നമ്മുടെ മറ്റ് ഉദ്യമങ്ങളോ സംരംഭങ്ങളോ എന്തു ആയിക്കൊള്ളട്ടെ, ആ മേഖലയിൽ കർത്താവിന്റെ ബ്ലെസ്സിങ്, അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും. ഉറക്കെ പറഞ്ഞ് ഹാലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലൂയ. വലതുകരമുയർത്തി ഹാലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹാലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഇനി 6 അനുഗ്രഹം, പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയും സങ്കേതവും കണ്ടെത്തും. അപ്പോ പാപാവസ്ഥയിലായിരുന്ന് നിരാശയും സങ്കടവും വിഷമമായിട്ട് ഇനി രക്ഷയില്ല എന്നൊക്കെ കരുതുമ്പോ യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കുക. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഒരു അകലത്തിലേക്ക് നമ്മൾ ആരും പോയിട്ടില്ല. എത്ര ഭീകര പാപത്തിലാണെന്ന് പറയുമ്പോഴും കർത്താവിന് രക്ഷിക്കാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് നമ്മൾ ആരും പോയിട്ടില്ല എന്ന് തിരിച്ചറിയുക. കർത്താവിന് രക്ഷിക്കാൻ സാധിക്കാത്ത വിധം എന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല എന്ന് കർത്താവ് പറയുന്നു. അപ്പൊ കർത്താവിന് രക്ഷിക്കാൻ പറ്റാത്ത വിധം അത്ര ദൂരത്തേക്ക് നമ്മൾ ആരും പോയിട്ടില്ല. എത്ര വലിയ പാപമാണെന്ന് സ്വയം നമ്മൾ കരുതിയാലും ഓർക്കുക, യേശുവിന്റെ സ്നേഹം അതിനേക്കാളൊക്കെ മേലെയാണ്. അനുദപിക്കാനും തിരിച്ചു വരാനും തയ്യാറായാൽ എത്ര കഠിന പാപിയാണെങ്കിലും ആ വ്യക്തിക്ക് യേശു തരുന്ന ഈ സന്തോഷവും സമാധാനവും സ്വീകരിക്കാൻ സാധിക്കും. ഇനി 7 അനുഗ്രഹം, മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളതായി മാറും. അപ്പൊ നമുക്കിപ്പോ ഒരു മരവിച്ച ഒരു ഉണർവില്ല, ഉഷാറില്ല, ഒരു ആത്മീയ ഒരു ഉത്തേജനം ഇല്ലാതെ വിഷമിക്കുകയാണെങ്കിൽ ഓർക്കുക, തിരുഹൃദയ ഭക്തിയിലൂടെ നമുക്ക് ഈ മന്ദീഭവിച്ച ആത്മാവ് ജ്വലിക്കുന്ന ആത്മാവായിട്ട് മാറും. 8 അനുഗ്രഹം, തീക്ഷ്ണതയുള്ള ആത്മാക്കൾ വേഗം പരിപൂർണതയിലേക്ക് എത്തും. ഇപ്പൊ നിലവിൽ തീക്ഷ്ണതയോടെ ആയിരിക്കുന്നവരാണ്, നല്ല തീക്ഷ്ണതയുണ്ട്, കത്തിജ്വലിക്കുന്നൊരു തീക്ഷ്ണതയുണ്ട്. എന്ത് സംഭവിക്കും? തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ അതിവേഗം പരിപൂർണതയിലേക്ക് എത്തും, പൂർണ്ണരായിട്ട് മാറും, പരിപൂർണതയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകും. ആ പരിപൂർണതയിലേക്ക് എത്താൻ ഇത് നമ്മളെ സഹായിക്കും.
9ാമത്തെ അനുഗ്രഹം, എന്റെ ദിവ്യ ഹൃദയ രൂപം, തിരുസ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ആശീർവാദം ഉണ്ടാകും. മിക്കവാറും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലുള്ള ചിത്രം ഏതായിരിക്കും? യേശുവിന്റെ ഏത് ചിത്രമായിരിക്കും? യേശുവിന്റെ പല ചിത്രങ്ങളുണ്ടെങ്കിലും മിക്കവാറും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ചിത്രം തിരുഹൃദയ ചിത്രമാണ്. ഇനി മറ്റു ചിത്രങ്ങളുണ്ട്, തിരുഹൃദയ ചിത്രം ഇല്ലെങ്കിൽ നിർബന്ധമായും തിരുഹൃദയത്തിന്റെ ഒരു ചിത്രം നമ്മൾ വീട്ടിൽ വെക്കണം, ഒരു ഫോട്ടോ നിർബന്ധമായും. അത് ഈശോ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ബ്ലെസ്സിങ് ഭവനങ്ങളിൽ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഭവനങ്ങളിൽ ഈശോയുടെ ചിത്രമുണ്ട്, പല തരത്തിലുള്ള ചിത്രങ്ങളും ഉണ്ടാകാം, നല്ല കാര്യം. തിരുഹൃദയ ചിത്രം ഇല്ലെങ്കിൽ നിർബന്ധമായും വെക്കണം. കാരണം അത് ഈശോ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഈശോ അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എന്റെ തിരുഹൃദയ ചിത്രമുള്ള ഭവനങ്ങളിൽ പ്രത്യേക ബ്ലെസ്സിങ് ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ തിരുസ്വരൂപ ചിത്രം ഇല്ലെങ്കിൽ നിർബന്ധമായും ആ തിരുഹൃദയ ചിത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 10ാമത്തെ അനുഗ്രഹം, കഠിന പാപികളെ മനസ്സ് തിരിക്കാനുള്ള അനുഗ്രഹം വൈദികർക്ക് നൽകപ്പെടും. അത് ഞങ്ങൾക്കുള്ളതാണ്. പാപികളെ മാനസാന്തരപ്പെടുത്താനുള്ള കൃപ കിട്ടും. ഇനി 11ാമത്തെ, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും. ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പിന്നെ അത് മായ്ച്ചു കളയില്ല. അതായത് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ യേശുവിന്റെ ചങ്കിൽ ഈ പേര് എഴുതപ്പെടും. കല്ലിൽ കൊത്തിവെച്ചാൽ എന്ന പോലെ എഴുതപ്പെടും. മായ്ക്കപ്പെടില്ല, പിന്നെ അതവിടെ എഴുതപ്പെടും. ഈ ഭക്തി പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ. നമ്മൾ പ്രത്യേകിച്ച് ഈ എന്താ പറയാ, ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ തിരുഹൃദയ ഭക്തിയിൽ വളർത്താൻ ശ്രമിക്കുക. തിരുഹൃദയ ഭക്തിയിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം തൊട്ട് അദ്ദേഹത്തിന്റെ മുത്തശ്ശി അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥന, ഒരു സുഹൃതജപം, എപ്പോഴും ചൊല്ലാൻ ആവശ്യപ്പെട്ട് പഠിപ്പിച്ചിരുന്ന സുഹൃതജപമാണ്, ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ. എന്ന് വെച്ചാൽ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണേന്ന്, എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണേന്ന്. ചോദിക്കട്ടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയോ ഇല്ലയോ? നിങ്ങൾക്ക് എന്തൊരു സംശയം പോലെ, ആയോ ഇല്ലയോ? ഇത്രയധികം ഈ ലോകം അംഗീകരിച്ചൊരു പാപ്പ വേറെ അധികം കാണാൻ സാധ്യതയില്ല, അല്ലെ? ഇത്രയും വിശാലമായൊരു ഹൃദയം. ചെറിയ പ്രായം തൊട്ട് മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ കുഞ്ഞു പ്രായം മുതൽ ഈ പാപ്പ അത് ചൊല്ലിയിരുന്നു, ഫ്രാൻസിസ് പാപ്പ അത് ചൊല്ലിയിരുന്നു. എന്ത്? ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ. ഫ്രാൻസിസ് മാർപ്പാപ്പിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രങ്ങൾ എന്താണ്? പാവപ്പെട്ടവരോടും പീഡിതരോടും ആരോരും ഇല്ലാത്തവരോടും കരുണ കാണിക്കുന്ന, അനുകമ്പ കാണിക്കുന്ന അത്തരം ചിത്രങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുക. വലിയ പഠനങ്ങളോ പ്രബോധനങ്ങളോ ഇതൊന്നുമല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം തെളിയുക സകല മനുഷ്യരോട് അനുകമ്പയും അലിവും ആർദ്രതയുള്ള ഒരു ചിത്രമാണ്. ആ അനുകമ്പയും അലിവും ഉള്ള ഒരു വിശാല ഹൃദയമായിട്ട് എങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയം മാറി? കുഞ്ഞുനാൾ മുതൽ ഈ പ്രാർത്ഥന മുത്തശ്ശി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അത് ഓർത്ത് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, എന്റെ മുത്തശ്ശി എന്റെ കുഞ്ഞുനാളിൽ എന്റെ അമ്മാമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണേ, ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, നമ്മുടെ ഭവനങ്ങളിലുള്ള കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേര് യേശുവിന്റെ ചങ്കിലുണ്ടാവും, അത് പിന്നെ മാറ്റപ്പെടുകയില്ല. 12ാമത്തെ കാര്യം ഇതാണ്, ആദ്യ വെള്ളിയാഴ്ച 9 മാസം തുടർച്ചയായി ആദ്യ വെള്ളിയാഴ്ച, ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ, 9 വെള്ളിയാഴ്ച 9 മാസം ആദ്യ വെള്ളിയാഴ്ച, 9 മാസം തുടർച്ചയായി ആദ്യ വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം ഞാൻ നൽകും. അപ്പൊ മുടങ്ങാതെ മാസാദ്യ വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന പങ്കെടുത്ത് ദിവികാരനെ സ്വീകരിക്കുന്നത് അതൊരു നിയോഗാർത്ഥം തന്നെ ചെയ്യുന്നത് നല്ലതാണ്, മുടങ്ങാതെ. അതിന് ഈശോ തന്ന വാഗ്ദാനം ഇതാണ്, അവസാനം വരെ നിലനിൽപ്പിന്റെ വരം തരും. എന്റെ അനുഗ്രഹം കൂടാതെ കൂദാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കില്ല. അവരുടെ മരണത്തിന്റെ അവസാന മണിക്കൂറിൽ എന്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമായ സങ്കേതമായിരിക്കും. ഇതാണ് മാസാദി വെള്ളി ഭക്തി വളർന്നതിന്റെ പുറകിലുള്ള ഈ വാഗ്ദാനമാണ് അതിന്റെ കാരണം. ഇത് മാസാദി വെള്ളിയാഴ്ച ഞാൻ ആരംഭത്തിലേ പറഞ്ഞിരുന്നു, നമുക്ക് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എല്ലാ സെക്കൻഡും ക്രിസ്ത്യാനിക്ക് ഒരേപോലെ അനുഗ്രഹീതമാണ്. എങ്കിലും ചില തിരുനാളുകളുടെ വെളിച്ചത്തിലോ ചില വാഗ്ദാനങ്ങളുടെ വെളിച്ചത്തിലോ ചില സമയങ്ങൾ കൂടുതൽ കൃപയുള്ളതായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് മാസാദി വെള്ളി. അത് തുടർച്ചയായിട്ട് 9 മാസം മുടങ്ങാതെ കൃത്യമായി നിയോഗം വെച്ച് നമ്മൾ ചെയ്താൽ കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പൊ അത് മുടങ്ങാതെ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ തിരുഹൃദയ ഭക്തിയുടെ ചരിത്രം എന്താണ്? അതിന്റെ ചരിത്രം, ആ ഭക്തി വളർന്നതിന്റെ ചരിത്രം, നമുക്കതിന്റെ ബേസ് റൂട്ട് നമുക്ക് കാണാൻ സാധിക്കുക ബൈബിളിലാണ്. ഒന്നാമതായി മത്തായി 11:29 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇപ്പൊ തന്റെ ഹൃദയത്തെ പറ്റി ഈശോ തന്നെ പറയുന്ന വാക്യമാണിത്. അതിനൊരു റൂട്ട് ആയിട്ട് ബൈബിളിൽ നിന്നുള്ള റൂട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില സംഭവങ്ങൾ. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 23-ാം വാക്യമാണ്,
അവിടെ ഒരു ശിഷ്യൻ ഈശോയുടെ ചങ്കിലേക്ക് ചാരിക്കിടക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഏത് ശിഷ്യനാ? യോഹന്നാൻ. കർത്താവിന്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്ന ശിഷ്യൻ, യേശുവിന്റെ ചങ്കോട് കാത് ചേർത്ത് വെക്കാൻ ഭാഗ്യം കിട്ടിയ, ശിരസ് ചേർത്ത് വെക്കാൻ ഭാഗ്യം കിട്ടിയ ശിഷ്യൻ. അടുത്തതായി നമ്മൾ കാണുന്ന ഒരു സംഭവം യോഹന്നാൻ 19:34. അതേതാണ്? പടയാളി വന്ന് കർത്താവിന്റെ ചങ്കില് ആഞ്ഞ് കുന്തം കൊണ്ട് കുത്തുന്നത്, അതിൽ നിന്ന് രക്തവും വെള്ളവും അവസാനമായിട്ട് ഒഴുകിയിറങ്ങുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുക യോഹന്നാന്റെ തന്നെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യമാണ്. തോമാസ് ലിഹായെ ക്ഷണിക്കുന്നത്, തന്റെ മുറിവ് കൈവച്ച് നീ വിശ്വാസിയാകുക എന്ന് ഈശോ പറയുന്നത്. ഇത് നമുക്ക് ഒരു ബൈബിളിൽ നിന്നുള്ള റൂട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇതിന്റെ ഒരു ചരിത്രം വളരുന്നത് 3-ാം നൂറ്റാണ്ട് മുതൽ തിരുഹൃദയ ഭക്തി സഭയിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 14-ാം നൂറ്റാണ്ടായപ്പോഴാണ് വിശുദ്ധ ഇന്നസെന്റ് 6-ാമൻ മാർപ്പാപ്പ ഇതിനെ ഒരു കൂടുതൽ ആയിട്ട് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. 17-ാം നൂറ്റാണ്ടില് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെ ഈശോ പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയ വാഗ്ദാനങ്ങൾ നൽകുന്നു. ആ വർഷം ക്ലമന്റ് 12-ാമൻ മാർപ്പാപ്പ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാനുള്ള അനുമതി കൊടുക്കുന്നു. പിന്നീട് അടുത്ത നൂറ്റാണ്ട് 1856 ആയപ്പോൾ പയസ് 9-ാമൻ മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയില് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. 1899 ആയപ്പോൾ ലയോ 13-ാമൻ മാർപ്പാപ്പ മാനവകുലത്തെ മുഴുവൻ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. 1995 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ തിരുനാൾ ദിനം, ഈ തിരുഹൃദയ തിരുനാൾ ദിനം പുരോഹിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി 2011 ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ യുവജനങ്ങളെ പൂർണ്ണമായും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇതാണ് തിരുഹൃദയ ഭക്തിയുടെ ഒരു ചരിത്രമായിട്ട് പെട്ടെന്ന് ഞാൻ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി തിരുഹൃദയവും വിശുദ്ധരും തമ്മിലുള്ള അടുത്തതായിട്ട് 8-ാമത്തെ കാര്യം, തിരുഹൃദയവും വിശുദ്ധരും തമ്മിലുള്ള ഏതാനും ചില കാര്യങ്ങൾ. ഒന്ന്, വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനാണ് ഈശോ തിരുഹൃദയനാഥൻ പ്രത്യക്ഷപ്പെട്ടതും ഈ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയതും. ദിവ്യസ്നേഹത്തിന്റെ തീച്ചൂളയിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു എന്നാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് ഇതിനെപ്പറ്റി പറയുന്നത്. വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു, തിരുഹൃദയത്തിൽ നമ്മെ രക്ഷിക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തു ആകട്ടെ, പൈശാചിക ഉപദ്രവോ ശല്യോ എന്തു ആയിക്കൊള്ളട്ടെ, സകലതിനെയും അതിജീവിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ വേണ്ട ആയുധങ്ങൾ മുഴുവൻ യേശുവിന്റെ തിരുഹൃദയത്തിലുണ്ടെന്ന് പീറ്റർ ഡാമിയൻ പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ മുത്തശ്ശി അദ്ദേഹത്തെ കുഞ്ഞുനാളിൽ പഠിപ്പിച്ച പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം പോലെ അദ്ദേഹം ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, യേശു എന്റെ ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന പ്രാർത്ഥന. അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തിരുഹൃദയവും അതുപോലെ വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം. തിരുഹൃദയവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം എന്താണ്? ബന്ധം തിരുഹൃദയവും വിശുദ്ധ കുർബാനയും തമ്മിൽ എന്താ ബന്ധം? ഈ തിരുവോസ്തിയും തിരുഹൃദയവും തമ്മിൽ എന്താ ബന്ധം? 8-ാം നൂറ്റാണ്ടില് ഇറ്റലിയിലെ ലാഞ്ചിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബെസ്ലിയൻ സന്യാസ വൈദികൻ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂദാശവചനം കഴിഞ്ഞ ഉടനെ തന്നെ അപ്പത്തിന്റെ നിറം മാറി ചുവന്നു തുടുത്ത് അതിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. അത് മാംസമായിട്ട് മാറി. എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ശരിക്കും മാംസമായിട്ട് അപ്പം മാറാം. ഈ അച്ഛൻ പേടിച്ചു വിറച്ച് അൾത്താറിലേക്ക് കമിഴ്ന്നടിച്ചു വീഴുന്നു. അതിനുശേഷം പിന്നീട് സഭാധികാരികളെ ഏൽപ്പിച്ചു. പ്രാഥമിക നിരീക്ഷണത്തിന് ശേഷം വളരെ ആദരവോടുകൂടെ സൂക്ഷിക്കപ്പെട്ടു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ കടന്നുപോയി. 1200 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് 1971 81 അതൊന്നും കൂടെ പുറത്തെടുത്തു. അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തു. അന്നത്തെ ലാഞ്ചിയാനിലെ ബിഷപ്പ് അതിൽ നിന്നൊരു കഷ്ണം പരിശുദ്ധ പിതാവിന്റെ അനുവാദത്തോടെ അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്ത് ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനും പ്രഗത്ഭനുമായ ഒരു സയന്റിസ്റ്റിന്റെ കൈവശം ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എഡ്വേർഡ് ലിനോലി. ആള് നിസ്സാരക്കാരനല്ല. ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി, അനാട്ടമി, ഹിസ്റ്റോളജി, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനും പ്രഗത്ഭനുമായ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഇതെന്താന്ന് പറഞ്ഞില്ല. മുൻവിധികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ കണ്ടന്റ് എന്താ, ശാസ്ത്രീയമായി ഒന്ന് വിശദീകരിക്കാൻ പറ്റൂ, ഇത് എന്താണ് ഇതിന്റെ കണ്ടന്റ്, ശാസ്ത്രീയമായിട്ടൊന്ന് പറയുക. അദ്ദേഹത്തിന്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ റിപ്പോർട്ട് പിറ്റേ വർഷം പുറത്തു വന്നു. അദ്ദേഹത്തിൽ ചേർന്ന നിഗമനങ്ങൾ കുറേയുണ്ട്. എല്ലാം നമുക്ക് മനസ്സിലാകുകയില്ല, ഓർത്തിരിക്കാനും പറ്റില്ല. മെഡിക്കൽ ടേമുകളാണ്. നമ്മളെ പോലെയുള്ളവർക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും പറ്റുന്ന 3-4 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഇതായിരുന്നു, ഈ മാംസം, അതായത് അപ്പത്തിൽ രൂപപ്പെട്ട ഈ മാംസം സത്യമായും മനുഷ്യ ശരീരത്തിന്റെ തന്നെ മാംസമാണ് എന്ന് മാത്രമല്ല, മരണകരമായ വേദന അനുഭവിച്ച ഒരു മനുഷ്യന്റെ ഹൃദയ ഭിത്തിയുടെ കോശങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്നൂടെ പറയാം, മരണകരമായ വേദന അനുഭവിച്ച ഒരു മനുഷ്യന്റെ ഹൃദയ ഭിത്തിയുടെ കോശങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ യേശുവിന്റെ ഹൃദയമാണ് എന്തായി മാറുന്നത്? തിരുവോസ്തിയായി. ഈശോ നമുക്ക് തരുന്നത് എന്താ? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ഹൃദയം തന്നെയാണ് സ്വീകരിക്കണേ. പരമ്പരാഗതമായുള്ളൊരു വിശ്വാസമാണ്. ഈ നിങ്ങൾ
മിക്കവാറും എല്ലാവരും തന്നെ ഇങ്ങനൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടോ? ചിത്രം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കണ്ടിട്ടില്ലാത്ത വിജാതീയരാണോ നിങ്ങൾ? ഇത് കണ്ടിട്ടില്ലേ? ഈ ചിത്രം കണ്ടിട്ടില്ല? കാണാൻ പറ്റാഞ്ഞിട്ടാണോ? ഇനി ഇത് ലാഞ്ചിയാനിലെ അത്ഭുതത്തിന്റെ ചിത്രമാണ്. ഇതിൽ ഈ മെഡിക്കൽ റിപ്പോർട്ടിന്റെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം നമുക്ക് മനസ്സിലാവില്ല. ഞാൻ അതിൽ ഒരു കാര്യം മാത്രം വായിക്കാം. ദ ഫ്ലഷ് ഈസ് എ ഹാർട്ട് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് എസെൻഷ്യൽ സ്ട്രക്ചർ. ഹൃദയമാണ് ഈശോയുടെ ഹൃദയമാണ് തിരുവോസിയായിട്ട് മാറുന്നത്. നമുക്ക് തരണത് അതാ. ഇത് ആലങ്കാരികമായിട്ടല്ല പറയണേ, അക്ഷരാർത്ഥത്തിൽ ഈശോയുടെ ഹൃദയം നമുക്ക് തരാണ്. ഓരോ കുർബാനയിലും ഈശോയുടെ ഹൃദയം നമുക്ക് തരാണ്. അപ്പൊ ഇതില് കണ്ടെത്തിയ ഈ ലാഞ്ചിയാനിൽ നടന്ന അത്ഭുതത്തിന്റെ ആ റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ആദ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രധാന നിഗമനം ഇതാണ്: ഹൃദയഭിത്തിയുടെ കോശങ്ങൾ. ഹൃദയഭിത്തി ഒരു ഹൃദയമാണ്. ആ ഇവരെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവനുള്ളൊരു മനുഷ്യന്റെ ഹൃദയം നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റുന്നു? ഇതൊരു ക്രൈം എന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് മനസ്സിലാകും വരെ ഇതൊരു ക്രൈം ആയിട്ടാണ് അവർ തെറ്റിദ്ധരിച്ചത്. ഒരാളെ കൊന്നിട്ട് അയാളെ ജീവനോടെ തന്നെ ആള് ഹൃദയം പറിച്ചെടുത്ത പോലെ അങ്ങനെ തുടിക്കുന്ന ഒരു അനുഭവമാണ്. ഇതാണ് ഇവര് കണ്ടെത്തിയ ഒന്നാമത്തെ ഒരു നിഗമനം. ഇനിയുള്ളത് നമ്മുടെ വിഷയത്തോട് ചേരുന്നതല്ലെങ്കിലും ഞാൻ പറയാം. രണ്ടാമതായിട്ട് അവർ പറഞ്ഞ ഒരു പ്രധാന നിഗമനം, ക്രൊമറ്റോഗ്രാഫിക് അനാലിസിസ് അനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവാണ്. ടൂർണിലെ വിശുദ്ധ കച്ച പരിശോധിക്കുമ്പോഴും തെളിയിക്കപ്പെട്ട ദിവ്യകാരണ അത്ഭുതങ്ങളുടെ വെളിച്ചത്തിലും പരമ്പരാഗതമായി സഭ വിശ്വസിച്ചു പോരുന്ന ഒന്നാണ് യേശുവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഹെമറ്റോളജിക്കൽ അനാലിസിസ് അനുസരിച്ച് മാംസവും രക്തവും ഒരു മനുഷ്യ വ്യക്തിയുടെ തന്നെയാണ്. അത് കൃത്രിമമായി ഉണ്ടാക്കിയതോ ലാബുകൾ സൃഷ്ടിച്ചതോ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടേതോ അല്ല, അതൊരു മനുഷ്യ വ്യക്തിയുടെ തന്നെയാണ്. നാലാമത്തെ നിഗമനം, സാധാരണ മനുഷ്യരക്തത്തിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ ക്രമീകൃതമായ അളവിൽ തന്നെ ഈ രക്തത്തിലും കാണാനായിട്ട് സാധിക്കുന്നു. അഞ്ചാമത്തെ നിഗമനം, പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല, രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടില്ല, അന്തരീക്ഷ ഊഷ്മാവിൽ വ്യതിയാനങ്ങൾ വരുത്തിയിട്ടില്ല. ഏകദേശം 1200-ലധികം വർഷമായി, എന്നിട്ടും ഈ മാംസത്തിനൊരു കേടും സംഭവിച്ചിട്ടില്ല. ഒരു മാംസം എത്ര നാൾ കേടുകൂടാതിരിക്കും? ഒരു മാംസ കഷ്ണേ എത്ര നാൾ കേടുകൂടാതിരിക്കും? എന്ത് പ്രിസർവേറ്റീവ്സ് ചേർത്താൽ പോലും എത്ര നാൾ കേടുകൂടാതിരിക്കും? ഇതൊന്നും ചേർത്തിട്ടില്ല, ഒരു കെമിക്കൽ കണ്ടന്റും അതിനകത്തില്ല, പക്ഷെ ഇതിനൊരു കേടും പറ്റിയിട്ടില്ല. ഇന്നും ലാഞ്ചിയാനോയിൽ സൂക്ഷിക്കപ്പെടുന്നു. അതിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ, നേരത്തെ കാണിച്ചത് അതാണ്. ഇന്നും ലാഞ്ചിയാനോയിൽ അത് സൂക്ഷിക്കപ്പെടുന്നു. അപ്പൊ അതിൽ ആദ്യത്തെ നിഗമനം അത് ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഹൃദയഭിത്തിയുടെ കോശം എന്ന് വെച്ചാൽ ഹൃദയം തന്നെയാണ് ഈശോ നമുക്ക് തരുന്നത്. അപ്പൊ പരിശുദ്ധ കുർബാനയും തിരുഹൃദയം തമ്മിലുള്ള ബന്ധം എന്താ? പറയൂ, പരിശുദ്ധ കുർബാനയും തിരുഹൃദയം തമ്മിലുള്ള ബന്ധം എന്താ? രണ്ടും ഒന്നാണ്. ഈശോ നമുക്ക് തരുന്നത് ഈശോയുടെ ഹൃദയമാണ്. ചങ്ക് പറിച്ചു തരാ, ചങ്ക് പറിച്ച് സ്നേഹിക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളത് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ തന്നിട്ടുള്ള ഒരാളുണ്ട്, തന്നുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അതാരാ? നമുക്ക് മറ്റേത് ആലങ്കാരികമായിട്ട് പറയാം, ചങ്ക് പറിച്ച് ഞാൻ സ്നേഹിച്ചു എന്നൊക്കെ. അതൊക്കെ ആലങ്കാരികമായിട്ട് പറയണത്. അല്ലാണ്ട് ചങ്ക് പറിച്ചു കൊടുത്ത് ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്ത ഒരാളുണ്ട്, അത് ചെയ്യുന്ന ഒരാളുണ്ട്. അതാരാണ്? ഈശോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അക്ഷരം തെറ്റാതെ ഒരാളെ ചങ്കെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ആരെ വിളിക്കാം? ഈശോനെ വിളിക്കാം. ഹൃദയം തിരുഹൃദയമായി രൂപാന്തരപ്പെടേണ്ടതിനെ കുറിച്ചാണ്. ഹൃദയം തിരുഹൃദയമായി രൂപാന്തരപ്പെടേണ്ടതിനെ കുറിച്ച് എന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഹൃദയം എന്ന് മാത്രം പറയുമ്പോൾ ഈശോയുടെ ഹൃദയത്തെ നമ്മൾ തിരുഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെ ഈശോയുടെ ഹൃദയം പോലെ ആകും? അതായത് ഹൃദയം എങ്ങനെ തിരുഹൃദയം പോലെ ആയി മാറും? എങ്ങനെ മാറണം? ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നതും ക്ഷണിക്കുന്നതും യേശുവിന്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനാണ്. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് എങ്ങനെ ഈശോയുടെ ഹൃദയം പോലെ രൂപപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും? നമുക്കതൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ഒരു തിരുഹൃദയ തിരുനാളിന്റെ സമയത്ത് അദ്ദേഹം കൊടുത്തൊരു സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിന്റെ കരുണയും ക്ഷമയും ആർദ്രതയും ആവോളം ശേഖരിക്കാൻ കഴിയുന്ന ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയം. സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നമുക്ക് അത് സ്വന്തമാക്കാൻ കഴിയും. കാരണം യേശുവിന്റെ ഓരോ വാക്കിലും സ്നേഹമുണ്ട്. ദൈവപിതാവിന്റെ സ്നേഹമാണ് യേശു നമുക്ക് പകർന്നു നൽകിയത്. അങ്ങനെ നമ്മുടെ ഹൃദയവും പതിയെ പതിയെ കൂടുതൽ ക്ഷമയും കൂടുതൽ വിശാലതയും ഉള്ളതായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഹൃദയം യേശുവിന്റെ ഹൃദയം പോലെ ആയി മാറുന്നത്, രൂപപ്പെടുന്നത് അഥവാ രൂപാന്തരപ്പെടുന്നത് ഹൃദയം വിശാലമാകുമ്പോഴാണ്. ദൈവസ്നേഹം എന്തുമാത്രം ഉള്ളിൽ നിറയുന്നു, പരസ്നേഹം കൊണ്ട് എന്തുമാത്രം നമ്മുടെ ഹൃദയം നിറയുന്നു, എന്തുമാത്രം ക്ഷമയും സ്നേഹവും കൊണ്ട് ഹൃദയം വികസിക്കുന്നു, വിശാലമാകുന്നു, അതിനാനുപാതികമായി നമ്മുടെ ഹൃദയവും തിരുഹൃദയമായി രൂപാന്തരപ്പെടുകയാണ്. അദ്ദേഹം പിന്നെയും പറയുന്നൊരു കാര്യം, അതായത് ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ എന്ന പേരിലൊരു അപ്പസ്തോലിക പ്രബോധനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ഇറങ്ങിയത് നമുക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം അതിൽ പറയുന്നൊരു വാക്യപ്രകാരമാണ്: ദരിദ്രരിലും പീഡ അനുഭവിക്കുന്നവരിലും
യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടുന്നു. നമ്മിൽ ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടാൻ എന്തു വേണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. ദരിദ്രരിലും പീഡ അനുഭവിക്കുന്നവരിലും പാവപ്പെട്ടവരിലും ആരോഗ്യമില്ലാത്തവരിലും ഈശോയെ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മിൽ ഈശോയുടെ ഹൃദയം രൂപപ്പെടുകയാണ്, നമ്മിൽ ഈശോയുടെ ഹൃദയം രൂപാന്തരപ്പെടുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹാലേ ലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹാലേ ലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹാലേ ലൂയ, ഹാലേ ലൂയ, ഹാലേ ലൂയ. അപ്പൊ ഹൃദയം തിരുഹൃദയമായി മാറാനുള്ള, ഹൃദയം തിരുഹൃദയമായി രൂപാന്തരപ്പെടാനുള്ള ഒരു വിളി, ഒരു നിയോഗം നമുക്കൊക്കെയുണ്ട്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഈ കാര്യങ്ങളെ നമ്മളൊന്ന് ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ, ഹൃദയത്തിൽ എന്തുമാത്രം സ്നേഹം നിറഞ്ഞത് വിശാലമാകുന്നു, അല്ലെങ്കിൽ അനുകമ്പ, അലിവ്, ആർദ്രത, ക്ഷമ, ഇതെല്ലാം നിറഞ്ഞ് എന്തുമാത്രം നിറയുന്നു, എന്തുമാത്രം നമ്മുടെ ഹൃദയം വിശാലമാകുന്നു, അത്രത്തോളം നമ്മുടെ ഹൃദയം യേശുവിന്റെ ഹൃദയവുമായി താതാത്മ്യപ്പെടുന്നു, അത്രത്തോളം നമ്മുടെ ഹൃദയം യേശുവിന്റെ ഹൃദയമായി രൂപാന്തരപ്പെടുന്നു, അത്രത്തോളം നമ്മുടെ ഹൃദയം യേശുവിന്റെ ഹൃദയവുമായി താതാത്മ്യപ്പെടുന്നു, അത്രത്തോളം നമ്മുടെ ഹൃദയം യേശുവിന്റെ ഹൃദയവുമായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും: സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി രൂപാന്തരപ്പെടുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി രൂപാന്തരപ്പെടുന്നു. സ്വാർത്ഥതയില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടാണ്, യേശുവിന്റെ ഹൃദയം പോലെ ആയിട്ട് മാറാണ്. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം. നിങ്ങൾ ബോബി ജോസ് കട്ടിക്കാട്ടച്ചൻ, അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ബോബി ജോസ് അച്ഛൻ ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ ധ്യാനചിന്തകൾ നല്ല ഡെപ്തുള്ള ധ്യാനചിന്തകളാണ്. സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് ദഹിക്കുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഇരുന്ന് ധ്യാനിക്കാവുന്ന ഒത്തിരി ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ ബോബി ജോസ് കട്ടിക്കാടച്ചന്റെ ധ്യാനചിന്തകൾ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരിക്കൽ വായിക്കാൻ ഇടവന്ന ഒരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ഒരു ഡോക്ടറാണ്, അജയ് എന്നാണ് ആ ഡോക്ടറുടെ പേര്. ഈ അജയ് ഡോക്ടർ തൃശ്ശൂര് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞ ഒരു അനുഭവമാണ് ഇദ്ദേഹം ഈ ഇതിൽ കുറിച്ചിരിക്കുന്ന പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത്. അനുഭവം എങ്ങനെയാണ്: ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് രാമൻകുട്ടി, ഹൈന്ദവനായ ഒരു മനുഷ്യൻ, രാമൻകുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഒരിക്കൽ ഈ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വരാണ്. ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്, സ്വാഭാവികമായും തീർത്തും പാവപ്പെട്ടവരും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ അവർക്ക് ആശ്രയിക്കാനുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെ വരുന്നു. ഇത് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടിക്ക് മാരകമായ രോഗമുണ്ട്. അപ്പൊ കുട്ടിയെ പരിശോധിക്കുന്നു. അതിനുശേഷം കുട്ടിയെ ഇതിലേക്ക് ICUവിലേക്ക് മാറ്റാണ്. ICUവിലേക്ക് മാറ്റേണ്ട വിധം ക്രിട്ടിക്കലാണ്. അത് കഴിഞ്ഞ് ഈ കുട്ടിയാണെങ്കിൽ വേദന കാരണം അല്ലെങ്കിൽ കുട്ടിയുടെ രോഗത്തിന്റെ പ്രത്യേകത കാരണം ആകെ അസ്വസ്ഥരാണ്. അതിന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഈവനിങ്ങിലാണ്, ഏകദേശം ഒരു വൈകുന്നേര സമയത്താണ് അവിടെ വരുന്നത്, അവിടെ അഡ്മിറ്റ് ആക്കുന്നതും. പക്ഷേ ഇതിനകത്ത് കിടന്ന് ഈ കുട്ടി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, കരയുന്നു. കൊച്ചിന് എന്ത് ചെയ്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർമാര് വേദന സംഹാരി കൊടുത്തു, ഉറങ്ങാനുള്ള മരുന്നും കുറച്ചൊക്കെ കൊടുത്തു, സഡേറ്റീവ് ഒക്കെ കൊടുത്തു. പക്ഷേ ഒരു പരിധി വിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു പരിധി വിട്ട് കൊടുത്താൽ നല്ലതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. കാരണം കൊച്ചാണെങ്കിൽ ആകെ വേദനിക്കുന്നു, അതിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന അത്ര അളവിൽ മരുന്നൊക്കെ കൊടുത്ത് ഇവര് ഈ അജയ് ഡോക്ടർ ICUയുടെ പുറത്തേക്ക് വരുമ്പോൾ അവിടെയും ഈ രാമൻകുട്ടി എന്ന് പേരുള്ള ഈ അച്ഛൻ, ഈ മനുഷ്യൻ, ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ഡോക്ടറോട് അദ്ദേഹം പറയാണ്: സാറേ, നിങ്ങൾ എന്ത് മരുന്ന് കൊടുത്താലും അവന് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ എന്ത് മരുന്ന് കൊടുത്താലും അവന് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഈ കുഞ്ഞിന് രോഗം ആരംഭിച്ച ആ നാൾ മുതൽ അവൻ ഉറങ്ങിയിരുന്നത് എൻ്റെ തോളിൽ തല ചായ്ച്ചാണ്. എൻ്റെ തോളിൽ തല ചായ്ക്കാതെ അവന് ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കാതെ അവന് ഉറങ്ങുക സാധ്യമല്ല. പക്ഷെ എനിക്കറിയാം ICU ആണ്, എനിക്ക് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ ഡോക്ടർ ഒരു കാര്യം ചെയ്യാവോ, എൻ്റെ കുട്ടിയെ കിടത്തിയിരിക്കുന്ന ആ കട്ടില് പറ്റുവാണെങ്കിൽ ചുമരോടൊന്ന് ചേർത്തിടാവും. ഈ ചുമരിനോടൊന്ന് പരമാവധി ചേർത്തിടാവും. എൻ്റെ കുട്ടിയോടൊന്ന് പറഞ്ഞാൽ മതി, എൻ്റെ മോനോടൊന്ന് പറഞ്ഞാൽ മതി, മോൻ്റെ അച്ഛൻ ഈ ചുമരിന്റെ മറുവശത്ത് ചുമരോട് ചേർന്ന് അച്ഛൻ നിൽക്കുന്നുണ്ട് എന്ന് എൻ്റെ മോനോടൊന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർക്ക് ഇത് കേട്ട് വല്ലാതെ ഒരു മനസ്സ് വിങ്ങി. ഏതായാലും അദ്ദേഹം അച്ഛന്റെ തോളിലൊന്ന് കൈവച്ചു. കാരണം മകന്റെ രോഗം മൂലം വിഷമിക്കുന്ന അപ്പന്റെ വിഷമം നമുക്ക് ഊഹിക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹം ICUലേക്ക് കയറി. നഴ്സുമാരുടെ സഹായത്തോടെ അദ്ദേഹവും കൂടെ ചേർന്ന് ആ കട്ടില് പരമാവധി ചുമരോട് ചേർത്ത് ഇടാണ്. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു: മോന്റെ അച്ഛൻ പുറത്ത് നിൽക്കുന്നുണ്ട്, ഈ ചുമരോട് ചേർന്നാണ് അച്ഛൻ നിൽക്കുന്നത്, ചുമരോട് ചേർന്നാണ് അച്ഛൻ നിൽക്കുന്നത്. ഇത് കേട്ട ഉടനെ
ഇത് കേട്ട ഉടനെ തന്നെ ഈ കുട്ടി ആ ചുമരോട് ചേർന്ന്, അവന്റെ നെഞ്ച് ചുമരോട് ചേർത്ത് അവൻ കിടക്കാണ്. ആ ചുമരോട് ചേർത്ത്, സ്വന്തം നെഞ്ച് ചുമരോട് ചേർത്ത് ആ കുട്ടി അങ്ങനെ കിടക്കാണ്. ഡോക്ടറെയും കൂടെയുള്ള നഴ്സുമാർക്കൊക്കെ അമ്പരപ്പ് തോന്നും വിധം ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും കൊച്ചു ഉറങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും കുട്ടി ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഡോക്ടർ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഈ അച്ഛൻ, രാമൻകുട്ടി എന്ന് പേരുള്ള ഈ അച്ഛൻ, അദ്ദേഹം തന്റെ ശരീരം ആ ചുമരോട് ചേർത്ത്, ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാലെന്ന പോലെ ചുമരിൽ രണ്ട് കൈ ഇങ്ങനെ വെച്ച് ചുമരോട് ചേർന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടർക്ക് എന്താ പറയേണ്ടതെന്ന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തോളിലൊന്ന് പതുക്കെ തട്ടിയതിന് ശേഷം അദ്ദേഹം പോയി. വൈകുന്നേര സമയമാണ്, ഏകദേശം രാത്രി സമയമാണ്. ഡോക്ടർ ഇത് കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സാധാരണ രോഗികളെ നോക്കാൻ വേണ്ടി പതിവ് റൗണ്ട്സിന് വരുന്ന പോലെ അദ്ദേഹം വരുമ്പോൾ ഈ അച്ഛൻ അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ അകത്ത് കയറി. അതിനുശേഷം ഈ കുട്ടിയെ ഒന്ന് പരിശോധിച്ചു. കുട്ടി സാമാന്യം നന്നായി ശാന്തമായി തന്നെ ആ രാത്രി ഉറങ്ങിയെന്നാണ് നഴ്സസ് പറഞ്ഞത്. അപ്പോ ഈ ഡോക്ടർ ആ അച്ഛൻ്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ നഴ്സുമാരോട് പറഞ്ഞു, അദ്ദേഹത്തോട് അവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ, അടുത്ത എവിടെയെങ്കിലും ഒന്ന് പോയി ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കുക എന്ന് അദ്ദേഹത്തോടൊന്ന് പറ. പിന്നെ നഴ്സുമാർ പറയാൻ ഞങ്ങൾ പലവട്ടം പറഞ്ഞതാ, പക്ഷേ ഈ രാത്രി മുഴുവൻ ഈ അച്ഛൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതിലിപ്പോ ലോജിക്കലി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവൊന്നും പറയാനില്ല. പക്ഷേ തിരുഹൃദയങ്ങളാകുന്ന, അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹമാണ് ഈ അച്ഛനെ, മകനോടുള്ള സ്നേഹമാണ് ഈ അച്ഛനത് ചെയ്യാൻ പ്രേരിപ്പിച്ചതെങ്കിലും നമുക്ക് അനുമാനിക്കാം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായിട്ട് മാറുന്നു. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെയും ഒന്നും തിരിച്ചു ആഗ്രഹിക്കാതെയും സ്നേഹിക്കുന്നിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇതുപോലെ ഞാൻ സെമിനാറിൽ മറ്റോ പഠിക്കുമ്പോഴാണ് ഒരു ലേഖനത്തിൽ വായിച്ചതാണ് ഒരു മനുഷ്യനെ കുറിച്ച്. അതായത് ഒരു പത്രവാർത്ത കണ്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചതാണ്, 6 മക്കളാണുള്ളത്. ഈ 6 മക്കളുള്ള ഈ അമ്മ കുഞ്ഞുങ്ങളെ വളർത്താൻ വളരെ ദാരിദ്ര്യത്തിലാണ്, കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇതിനിടയിലാണ് ഈ സ്ത്രീക്ക് ഒരു മാരക രോഗം പിടിപെടുന്നത്. കിഡ്നി രണ്ടും ഫെയിലായി. ഡയാലിസിസ് ചെയ്യാനുള്ള പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 കിഡ്നികളും തകരായി. ഇനിയിപ്പോൾ ഡയാലിസിസ് ചെയ്തിട്ടും കാര്യമില്ല, ഒരു കിഡ്നിയെങ്കിലും ഒന്ന് കിഡ്നി മാറ്റിവെക്കണം. അപ്പോൾ ഈ സ്ത്രീയുടെ ശോചനീയാവസ്ഥ, പ്രത്യേകിച്ച് വീട്ടിലെ ദാരിദ്ര്യം, 6 മക്കൾ, ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ഡോക്ടർമാരും ആസ്പത്രി അധികൃതരും ചേർന്നൊരു തീരുമാനം എടുത്തു, ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം. കംപ്ലീറ്റ് ചികിത്സാ ചെലവ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കാം. പക്ഷേ കിഡ്നി മാറ്റിവെക്കണം. അതിനൊരാളെ കിട്ടണ്ടേ, കിഡ്നി ദാനം ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ. അങ്ങനെ പത്രത്തിൽ പരസ്യമാണ്. ഇത് കേരളത്തിലുള്ള ഒരു മലയാളി ചെറുപ്പക്കാരൻ വായിക്കുന്നു. അവൻ ഈ പത്രത്തിൽ കണ്ട അഡ്രസ്സ് തേടി പിടിച്ച് ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോവാണ്. ട്രെയിനിൽ പോകുന്ന സമയത്ത് ആ ബോഗിയിൽ അവിടെ ഉണ്ടായിരുന്ന ആ ബോഗിക്കകത്ത് ഇരുന്നിരുന്ന ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് വർത്താനം പറയുന്ന കൂട്ടത്തിൽ ഇവൻ പോകുന്നതിന്റെ ലക്ഷ്യം ഇന്ന കാര്യത്തിന് വേണ്ടി, വൃക്ക കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ ആ ബോഗിയിൽ ഉണ്ടായിരുന്നവര് കുറച്ചു നേരം തനിച്ചിരുന്ന് സംസാരിച്ചിട്ട് തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഈ ചെറുപ്പക്കാരനോട് പറയാണ്, എന്തായാലും താങ്കൾ വൃക്ക ദാനം ചെയ്യാൻ പോവാണല്ലോ, ഞങ്ങളുടെ ഒരു ബന്ധു ഇതുപോലെ തീർത്തും അവശനായിട്ട് കിടക്കാണ്, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ, താങ്കളുടെ ഈ വൃക്ക അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമോ, താങ്കൾക്ക് എത്ര പണം വേണമെങ്കിലും തരും. അദ്ദേഹത്തിന് പൈസയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല, പൈസയൊക്കെ എത്ര വേണമെങ്കിലും തരും. അദ്ദേഹം സാമാന്യ നല്ല സമ്പന്നനാണ്. പക്ഷേ റയർ ആയിട്ടുള്ള രക്തഗ്രൂപ്പൊക്കെ ആയതുകൊണ്ട് കിട്ടാൻ സ്യൂട്ടബിൾ ആയതുകൊണ്ട് കിട്ടാൻ വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കൊടുക്കാൻ പോവാണ്, അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ ആൾക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കങ്ങനെ പൈസയ്ക്ക് കിട്ടിയൊന്നും കൊടുക്കലൊന്നും നടക്കില്ല. പക്ഷെ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാലോ. ഒരു കാലത്ത് അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചെറുപ്പക്കാരൻ അവർക്ക് കൊടുത്ത മറുപടി ഇതാണ്, ഞാൻ ഇത് പണത്തിന് വേണ്ടിയിട്ടല്ല വൃക്ക കൊടുക്കാനായിട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്, കടബാധ്യതയുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടിയത് അത്യാവശ്യമാണ് താനും. പക്ഷെ എൻ്റെ ഉദ്ദേശം പണത്തിന് വേണ്ടി വൃക്ക കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് 6 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ ജീവൻ നിലനിർത്താനും അങ്ങനെ 6 കുഞ്ഞുങ്ങൾ അനാഥരായി തീരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വൃക്കദാനം ചെയ്യാൻ തയ്യാറാവുന്നതെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അത് സ്നേഹപൂർവ്വം അതിനെ നിഷേധിക്കാൻ, ഇവരും പിന്നെ നിർബന്ധിക്കാനൊന്നും പോയില്ല. കാരണം ഇവർക്ക് ഇഷ്ടം പോലെ പണമുള്ളവരായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ ഈ സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല, പറയാനും ചോദിക്കാനൊന്നും ആരുമില്ല, ഒന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായിട്ട് മാറുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. ഇതുപോലെ തന്നെ
സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടിയാകാം, സ്വന്തം അപ്പന് വേണ്ടിയാകാം, അമ്മയ്ക്ക് വേണ്ടിയാകാം, ഇതുപോലെ അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയാകാം, ഇതുപോലെ വലിയ ത്യാഗങ്ങൾ എടുക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ സാധാരണ മനുഷ്യരുടെ സാധാരണ ജീവിത ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഹൃദയങ്ങളെ തിരുഹൃദയങ്ങളാക്കി മാറ്റുന്നവർ, ഹൃദയങ്ങളെ തിരുഹൃദയങ്ങളാക്കി മാറ്റുന്നവർ. ഒരു ചെറുപ്പക്കാരനെ അറിയാവുന്നതാണ്, അദ്ദേഹത്തിന് 5 അക്ക ശമ്പളമുള്ള, ഇത് ഒത്തിരി വർഷം മുമ്പാട്ടോ, അന്ന് 5 അക്ക ശമ്പളം എന്ന് പറഞ്ഞാൽ വലിയൊരു ശമ്പളമാണ്, സാമാന്യം നല്ലൊരു തുകയാണത്. അപ്പോൾ വലിയൊരു ശമ്പളം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ജോലി രാജിവെക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അപ്പൻ മാത്രമേ ഉള്ളൂ, അപ്പൻ മാത്രം. അമ്മ നേരത്തെ മരിച്ചതാണ്, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ അമ്മ മരിച്ചു പോയതാണ്. ഈ അപ്പനാണ് ഇദ്ദേഹത്തെ കഷ്ടപ്പെട്ട് വളർത്തിയതൊക്കെ. അപ്പോൾ ഈ അപ്പൻ കിടപ്പായപ്പോ ഇദ്ദേഹത്തിന്റെ ഈ 5 അക്ക ശമ്പളമുള്ള വലിയ ശമ്പളമുള്ള ജോലി അദ്ദേഹം രാജിവെച്ച് അപ്പനെ ശുശ്രൂഷിക്കുക, അപ്പന്റെ കൂടെ നിൽക്കുക. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു കാര്യം, സാമാന്യ ബുദ്ധിയുള്ള ആരും പറയുന്നൊരു കാര്യം എന്താണ്, എന്തിനാ ജോലി രാജിവെക്കണേ? അപ്പനെ ശുശ്രൂഷിക്കാൻ ജോലി രാജിവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് അല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് ഒരാളെ നിർത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ, അയാൾക്ക് ശമ്പളം കൊടുത്താൽ പോരെ, നിനക്ക് നല്ല ശമ്പളമുള്ള ജോലി ഉള്ളതാണല്ലോ, ഇത്രയും നല്ല ശമ്പളമുള്ള ഒരു ജോലി അത് ഇതിനു വേണ്ടി കളയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ്, അങ്ങനെ ആരെങ്കിലും വെച്ച് ചെയ്യേണ്ടതല്ല അപ്പനെ നോക്കുക എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുപാട് സമയം അപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ അമ്മ മരിച്ചു പോയതാണ്. എനിക്ക് വേണ്ടി അപ്പം കടന്നുപോയ കഷ്ടപ്പാടുകളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അപ്പം കിടപ്പാണ്. അപ്പനെ ഏറ്റവും വലിയ ആശ്വാസം അപ്പന്റെ അടുത്ത് ഞാനുള്ളതാണ്. എനിക്കിപ്പോൾ ആ ജോലി ഇല്ലെങ്കിലും ജീവിക്കാം, അത്യാവശ്യം ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഇപ്പം ഉണ്ട്. അത്യാവശ്യം എനിക്ക് ഇനിയിപ്പോൾ അപ്പന്റെ കാലം കഴിഞ്ഞൊരു ജോലി അന്വേഷിച്ച് എനിക്ക് കിട്ടുകയും ചെയ്യും. ഇത് കുറച്ച് നാളേ ഉള്ളൂ. അപ്പന്റെ ഈ അവസ്ഥയിൽ അപ്പൻ അധികം നാൾ ജീവിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിനെ കുറച്ച് നാള് എനിക്ക് എന്റെ ജോലിയേക്കാൾ പ്രധാനപ്പെട്ടത് അപ്പന്റെ കൂടെ ആയിരിക്കലാണ്. അപ്പന് ഇനിയുള്ള കുറച്ച് നാളുകൾ ഈ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ജോലി തന്നെ വേണ്ടാന്ന് വെച്ച് അപ്പന്റെ മരണം വരെയുള്ള കുറച്ച് ഏതാനും മാസങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പം മരിക്കുകയും ചെയ്തു. പക്ഷെ അതിനുവേണ്ടി ഈ ചെറുപ്പക്കാരൻ ജോലി രാജിവെച്ച് അപ്പനെ ശുശ്രൂഷിക്കുന്ന ഒരു മകൻ. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലൂരുള്ള ജെറൂസലം റിട്രീറ്റ് സെന്റർ, അങ്ങനെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ഞാൻ പട്ടം കിട്ടി ആദ്യം പോയത് ആ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അപ്പൊ അവിടെ ഒരു 7 വർഷത്തോളം ഞാൻ 7.5 വർഷത്തോളം ആ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കുടുംബമുണ്ട്. ഞാൻ ആ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതായത് ഈ കുടുംബനാഥ ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ, എനിക്ക് കൃത്യത ഓർക്കുന്നില്ല, ഏതാനും ദിവസമാണോ ആഴ്ചയാണോ എന്നറിയില്ല, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ മനുഷ്യൻ കംപ്ലീറ്റ് ശരീരം തളർന്നു പോവാണ്. കഴുത്ത് നെഞ്ചിന് ഇവിടുന്ന് അനക്കമുണ്ട്, ബാക്കി ശരീരം മൊത്തം അദ്ദേഹത്തിന് തളർന്നു പോവാണ്. വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഭാര്യ, അപ്പൊ പലരും പറഞ്ഞു, നീ ചെറുപ്പമാണ്, നിനക്ക് വേറെ വിവാഹം കഴിക്കാം, നിനക്ക് നിന്റെ ജീവിതം കാരണം ഇനി ഇദ്ദേഹത്തിന് റിക്കവറി ചെയ്തു വരില്ല, അദ്ദേഹം ഒരിക്കലും ഇനി സൗഖ്യപ്പെടില്ല, അത് ഉറപ്പാണ്. പക്ഷെ ആ സ്ത്രീ തന്റെ ഭർത്താവിന്റെ ആ മുറിക്കകത്ത് അല്ലെങ്കിൽ ആ കട്ടിലിന് ചുറ്റുമായിട്ട് ജീവിതം കെട്ടിയിടാണ്. പരാതിയില്ല, പരിഭവമില്ല, ആ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും ഇല്ല. കാരണം പരമാവധി ഭർത്താവിനെ ശുശ്രൂഷിച്ച്, ഭർത്താവിനെ സഹായിച്ച്, ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ ആ ജീവിതം മുഴുവൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, അപ്പോൾ ഞാൻ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ കുടുംബത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അവരുടെ വിവാഹം കഴിഞ്ഞ് 17-18 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അവര് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായിട്ട് മാറുന്നു. വേറൊരാളെ കുറിച്ച് അതെനിക്ക് നേരിട്ട് അറിയാവുന്നതൊന്നുമല്ല, ഇതുപോലൊരു ഒരു മോട്ടിവേഷണൽ സ്പീച്ചിൽ കേട്ടതോ വായിച്ചതോ മറ്റോ ആണ്. വിദേശത്ത് എവിടെ നടന്നൊരു സംഭവത്തെ പറ്റി. അതായത് ഒരു മനുഷ്യൻ, ഭാര്യയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ ഭാര്യയെ കാര്യമായിട്ട് ഭർത്താവ് ശുശ്രൂഷിക്കുന്നുണ്ട്. അങ്ങനെ ശുശ്രൂഷ ആഴ്ചകൾ മാസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയിൽ ഇദ്ദേഹത്തിന് കണ്ണുകൾക്ക് എന്തോ പ്രശ്നം, ഇദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് ചെറിയ ചെറിയ മങ്ങല് പോലെ പരിശോധിച്ചപ്പോൾ ആ കണ്ണിനകത്തെ ഞരമ്പുകൾ ദ്രവിക്കുകയാണ്, കുറേശ്ശെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, ഇത് കാഴ്ച കംപ്ലീറ്റ് പോകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. അങ്ങനെ അദ്ദേഹം ഏതാനും മാസങ്ങൾക്കുള്ളിലോ മറ്റോ അദ്ദേഹത്തിന്റെ കാഴ്ച കംപ്ലീറ്റ് ഇല്ലാതാവുന്നു. പക്ഷെ കാഴ്ച ഇല്ലാതായെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യും. അദ്ദേഹം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഭാര്യയാണ് തീർത്തും അവശയായിട്ട് കിടക്കുക, തീർത്തും അവശയം, ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഈ മനുഷ്യൻ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്യും. മാസങ്ങൾ കടന്നുപോയി. അത് കഴിഞ്ഞ് ഈ ഭാര്യ മരിക്കുന്നു. ഭാര്യ മരിച്ച് അടക്കെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇദ്ദേഹത്തിന് കാഴ്ചയുണ്ട്. പിന്നെ എന്തിനാണ് കാഴ്ചയില്ലാത്ത ഒരാളായിട്ട് ആ അവസാനത്തെ ഒരു 8-10 മാസം അഭിനയിച്ചതിന്റെ കാര്യം ഇതായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ കീമോതെറാപ്പി ഒക്കെ ചെയ്തതിന്റെ ഫലമായി, അല്ലെങ്കിൽ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിന്റെ മരുന്നിന്റെ ഒക്കെ സൈഡ് എഫക്റ്റിന്റെ ഫലമായി
മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി, ശരീരം വിരൂപമാകാൻ തുടങ്ങി. അപ്പൊ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു, ഒത്തിരി സൗന്ദര്യം ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നു. അപ്പൊ ഈ മുടിയൊക്കെ കൊഴിഞ്ഞ് അല്ലെങ്കിൽ സൗന്ദര്യമൊക്കെ മങ്ങി അല്ലെങ്കിൽ വിരൂപമായൊരു അവസ്ഥയിലേക്ക് പതുക്കെ 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 മാറാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു, തന്റെ ഭർത്താവ് തന്നെ വെറുക്കുമോ എന്ന്. തന്റെ ഭർത്താവ് തന്നെ ഭംഗിയില്ലാത്ത തന്നെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ ഭംഗി കുറഞ്ഞു പോയ തന്നെ സ്നേഹിക്കാൻ ഭർത്താവിന് പറ്റുമോ? രോഗിയായി ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോ തന്നെ ഭാര്യയ്ക്ക് ആയിരുന്നു. പക്ഷെ ഭർത്താവ് അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു, നോക്കുന്നു, പരിചരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേ സൗന്ദര്യം കൂടെ നഷ്ടപ്പെട്ടു വരുമ്പോൾ ഭാര്യയ്ക്ക് വല്ലാത്ത ആകുലതയായി. ഇനി ഈ ഭർത്താവ് തന്നെ സ്നേഹിച്ചില്ലെങ്കിലോ, സ്നേഹത്തിൽ കുറവ് വന്നാലോ, അങ്ങനെ ആകുലതയായി. ഇത് ഭർത്താവിന് മനസ്സിലായി. ഭർത്താവിനോട് പറഞ്ഞിട്ടല്ല, അല്ലാതെ തന്നെ അദ്ദേഹം മനസ്സിലായി. കാരണം അദ്ദേഹത്തിന് അത്രയും ഭാര്യയെ സ്നേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം അത് മനസ്സിലാക്കി. അപ്പൊ അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു പോംവഴിയായിരുന്നു, തനിക്ക് കണ്ണുണ്ടെങ്കിലല്ലേ, അഥവാ കാഴ്ചയുണ്ടെങ്കിലല്ലേ തന്റെ ഭാര്യയുടെ സൗന്ദര്യം കാണാൻ പറ്റുള്ളൂ. അപ്പൊ കാഴ്ചയില്ലെന്ന് ഭാര്യ കരുതിക്കോട്ടെ. ഭാര്യയോട് കള്ളം പറഞ്ഞതാണ്, എല്ലാവരോടും കള്ളം പറഞ്ഞതാണ്, എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാര്യ എന്ത് വിചാരിക്കുന്നു? ഭർത്താവ് തന്റെ ഇപ്പോഴുള്ള ഈ വൈരൂപ്യ അവസ്ഥ അല്ലെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെട്ട അവസ്ഥ ഇത് ഭർത്താവ് കാണുന്നില്ല എന്ന് ഭാര്യ കരുതി. അങ്ങനെ കരുതിയാൽ അതിന് ഇച്ചിരി സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഭർത്താവ് മാസങ്ങളോളം, ഏതാണ്ട് 8-10 മാസങ്ങളോളം കണ്ണില്ലാത്ത വ്യക്തിയായിട്ട് അങ്ങനെ അവരുടെ മുൻപിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു 10 മാസത്തോളം വീട്ടിൽ അങ്ങനെ ആയിരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായിട്ട് മാറുന്നു. ഞാനൊരിക്കൽ ഭരണങ്ങാനത്തുള്ള അസീസി എന്ന് പേരുള്ള ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ധ്യാനിക്കാൻ വേണ്ടി പോയി. അപ്പൊ ധ്യാനത്തിൽ പോയ സമയത്ത് അവിടെ ധ്യാനിപ്പിച്ച ഒരു അച്ഛൻ, തോമസ് എന്ന് പേരുള്ള ഒരു അച്ഛന്റെ ഒരു അനുഭവം അച്ഛൻ പങ്കുവെച്ചു. ആ പങ്കുവെച്ച അനുഭവം ഇതാണ്. അച്ഛനൊരു വീട്ടില് പോയപ്പോ അവിടെ അസാധാരണമായൊരു ഒരു അനുഭവം അച്ഛനും ഉണ്ടായെന്ന് പറയണം. അസാധാരണ, അതായത് ഒരു അമ്മ, ഒത്തിരി പ്രായമുള്ള ഒരു അമ്മ രോഗിയായിട്ട് കിടക്കുന്നു. സാധാരണ ഒത്തിരി വർഷങ്ങളോളം കിടപ്പ് രോഗിയായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ പൊതുവെ മരുന്നിന്റെയോ അല്ലെങ്കിൽ ഒരല്പം ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ടൊക്കെ അങ്ങനെ കിടക്കുമ്പോൾ എത്ര ക്ലീൻ ആക്കിയാലും, എത്ര ശ്രദ്ധിച്ചാലും, എത്ര നോക്കിയാലും. പക്ഷെ അച്ഛൻ പറയണം, ഒത്തിരി വർഷങ്ങളായിട്ട് കിടക്കുന്ന അമ്മയാണ്, പക്ഷെ ആ മുറിക്കകത്തോട് കയറുമ്പോൾ ഒരു ദുർഗന്ധവും ഇല്ല. എന്ന് മാത്രമല്ല, ഈ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അത്ര ചൈതന്യവും അത്രയും ഗ്രേസ് ഉള്ളൊരു മുഖമാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ മരുമകള്, ഈ അമ്മയുടെ മരുമകള് വന്ന് ചായ കൊണ്ടുവന്ന് അച്ഛന് കൊടുത്തു. അച്ഛനത് കുടിച്ചു. അതിന് ചായ കൊണ്ടിട്ട് പച്ചവടി ഇരിക്കുന്നത് കൊണ്ട് അമ്മയോട് സംസാരിക്കാണല്ലോ എന്ന് കരുതി ഈ മരുമകള് അടുക്കളയിലേക്ക് പോയി. ഇപ്പൊ പോയ സമയത്ത് ഈ അമ്മ അച്ഛനോട് പറയാണ് ഈ മരുമകളെ കുറിച്ച്, അച്ഛാ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്റെ ഈ മരുമകളാണ്. ആ മരുമകളല്ല, അവള് ശരിക്കും എനിക്ക് മകളാണ്. കാരണം ഞാൻ എത്ര വർഷമായെന്നറിയാവോ ഈ ശൈലിയിൽ കിടക്കുന്നത്. ഞാൻ ഈ രോഗിയായിട്ട് കിടന്ന ആ സമയം തൊട്ട് എൻ്റെ ഈ മകൾ അഥവാ മരുമകൾ വീടിന് പുറത്തോട്ട് പോയിട്ടില്ല. എന്തെല്ലാം ഫംഗ്ഷനുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നു, അവളുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നു. ഒരു ഫംഗ്ഷനും, ഒരു ആഘോഷത്തിനും, ഒരു പ്രോഗ്രാമിനും, ഒരു പരിപാടിക്കും അവൾ ഇന്ന് വരെ പോയിട്ടില്ല. എന്നെ ശുശ്രൂഷിച്ച് എൻ്റെ കൂടെ എന്നോടൊപ്പം ഈ കട്ടിലിന് ചുറ്റുമായി ഈ മുറിക്കകത്ത് അല്ലെങ്കിൽ ഈ വീടിനകത്ത് എപ്പോഴും ഉണ്ട്. വിളിച്ചാൽ ഒരു വെറുതെ ഒന്ന് ചുമച്ചാൽ മതി, ഓടി വരും. അതുപോലെ എനിക്ക് അറിഞ്ഞൂടാ, ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഇങ്ങനെ ഒരു മരുമകളെ ദൈവം അത്ര എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അച്ഛനത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വലിയ അമ്പരപ്പായിട്ട് തോന്നി. കാരണം എന്താ, അങ്ങനെയൊന്നും സാധാരണഗതിയിൽ കേൾക്കാത്തൊരു കാര്യമാണത്. ഒരു അമ്മായിയമ്മ മരുമകളെ കുറിച്ച് അങ്ങനെ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു കാര്യം നോർമലി ആരും സാധാരണഗതിയിൽ കേൾക്കാത്തൊരു കാര്യമാണ്. എവിടെ ചെന്നാലും കുറ്റവും കുറവും പോരായ്മകളാണ് പൊതുവെ കേൾക്കാറുള്ളത്. തിരിച്ചും അങ്ങനെ തന്നെ. അച്ഛന് ഭയങ്കര അത്ഭുതമായി, അവിശ്വസനീയമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഈ മകളോട് അച്ഛൻ അല്ലെങ്കിൽ ഈ മരുമകളോട് അച്ഛൻ പറഞ്ഞു, അവളെ വലിയൊരു കാര്യം കേട്ടോ, വലിയൊരു ദൈവാനുഗ്രഹം കേട്ടോ. അപ്പൊ അതിന് ആ പെൺകുട്ടി കൊടുത്ത മറുപടി, അച്ഛാ, അതിലിപ്പോ എന്റെ പുണ്യൊന്നുമല്ല, ആ അമ്മ അത്രയും വിശുദ്ധയായിട്ടൊരു സ്ത്രീയാണ്. ആ അമ്മ അത്രയും വിശുദ്ധ, എനിക്കതറിയാം, എപ്പോഴും പ്രാർത്ഥനയിലാണ്. ഒരു പരാതി, ഒരു പരിഭവം, ഒരു കുറ്റപ്പെടുത്തൽ, ഒരു മുറുമുറുപ്പ്, ഒരു വിഷമം ഇന്ന് വരെ അമ്മയുടെ നാവിന്ന് വന്നിട്ടില്ല. അനുഗ്രഹിക്കുന്ന വാക്കുകളല്ലാതെ, അനുഗ്രഹമല്ലാതെ. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇങ്ങനെ ശുശ്രൂഷിച്ച് അത് എത്രമാത്രം അനുഗ്രഹം എന്റെ ജീവിതത്തിൽ വർഷിക്കപ്പെടുന്നുണ്ടെന്ന്. രണ്ടുപേരെയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും. അപ്പൊ നമുക്കൊരു പുതിയ ഹൃദയം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം ഒന്നും രൂപാന്തരപ്പെടട്ടെ, ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കട്ടെ. എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് യേശുവിന്റെ ഹൃദയം, അഥവാ യേശുവിന്റെ ഹൃദയത്തിന്റെ സ്വഭാവ പ്രത്യേകതകളുള്ള ഒരു ഹൃദയമായി എന്റെ ഹൃദയം രൂപപ്പെടണം, എന്റെ ഹൃദയം രൂപാന്തരപ്പെടണം. ഈ യേശുവിന്റെ തിരുഹൃദയവും യേശുവിന്റെ തിരുമുറിവുകളും
എനിക്ക് എങ്ങനെയാണ് ആശ്വാസമായിട്ട് മാറുക? യേശുവിന്റെ ഹൃദയവും യേശുവിന്റെ മുറിവും അഥവാ തിരുഹൃദയത്തിലെ മുറിവ്, തിരുഹൃദയം ധ്യാനിക്കുമ്പോൾ തിരുമുറിവിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിന് അഥവാ എൻ്റെ മുറിവുകൾക്ക് ഇതെങ്ങനെ ഒരു ആശ്വാസമായിട്ട് മാറും? എങ്ങനെ ആശ്വാസമായിട്ട് മാറും? ഇതെങ്ങനെയാന്ന് പറയാം. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അങ്ങനെ ഒരു കേട്ടിട്ടുണ്ടോ? അങ്ങനെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് കേട്ടിട്ടുണ്ടോ? നാസി എന്ന് കേട്ടിട്ടുണ്ടോ? നാസി എന്താണ് നാസി? നാസികൾ, നാസിപ്പട എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ജർമ്മനിയുടെ പട്ടാളം, നമ്മുടെ ഈ ജർമ്മനിയുടെ പട്ടാളം എന്ന് പറയുന്നേക്കാൾ ഹിറ്റ്ലറിന്റെ പട്ടാളം അറിയപ്പെടുന്നത് നാസിപ്പട എന്നാണ്. ഈ നാസി പട്ടാളക്കാർ ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്തത് നമ്മൾ ചിലപ്പോൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടുന്ന തടവ് പുള്ളികളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ജയില്, അതിനെ ഭൂമിയിലെ നരകം എന്നൊക്കെയാണ് ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ വിശേഷിപ്പിക്കാറുള്ളത്. അനേകം മനുഷ്യരെ ഗ്യാസ് ചാമ്പറുകളൊക്കെ അടച്ച് കൂട്ടക്കുരുതിയൊക്കെ നടത്തിയിട്ടുള്ള അങ്ങനെയുള്ള ജയിലറകൾ. അപ്പൊ ഒരിക്കൽ ഈ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വൈദികൻ, ഒരു പോളിഷ് വൈദികൻ, യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ട് അങ്ങനെ ഈ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വൈദികൻ, അദ്ദേഹത്തിന് ഓരോ ദിവസവും ഒരുപാട് മർദ്ദനങ്ങൾ, പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. ഒരുപാട് ഉപദ്രവങ്ങൾ, വിഷമങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം എവിടെ നിന്നൊക്കെയോ കിട്ടിയ കടലാസ് കഷ്ണങ്ങളിൽ ഇങ്ങനെ കുത്തിക്കുറിക്കുമായിരുന്നു തനിക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന സഹനങ്ങൾ, ഓരോ ദിവസവും ഉണ്ടാകുന്ന വേദനകൾ. അത് എവിടെയെങ്കിലും കടലാസ് കഷ്ണത്തിൽ ഇങ്ങനെ കുത്തിക്കുറിക്കും. ഇന്ന് ഇന്ന അനുഭവം ഉണ്ടായി, ഇന്ന് ഇന്ന വേദനകൾ ഉണ്ടായി, ഇന്ന് ഇന്ന സഹനങ്ങൾ ഉണ്ടായി, ഇന്ന വിഷമങ്ങൾ ഉണ്ടായി, അപമാനങ്ങൾ ഉണ്ടായി, അവഹേളനങ്ങൾ ഉണ്ടായി. എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി ഒരു ചെറിയ കഷ്ണം പോലെ ചുരുട്ടി വെച്ചിട്ട് അത് എവിടെയെങ്കിലും ആരും കാണാതെ ഈ ഭിത്തിയുടെ പൊത്തുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ കടന്നുപോയി. വർഷങ്ങൾ ഒരുപാട് ശേഷം ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ പിന്നീട് തകർന്നടിഞ്ഞു, അല്ലെങ്കിൽ പലതും ഈ യുദ്ധത്തിനൊക്കെ ശേഷം പലതിനെയും നശിപ്പിച്ചു കളഞ്ഞു. ഇതിലൊക്കെ ഈ പഴയ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ അവസ്ഥ, അവിടെയൊക്കെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഗവേഷണം നടത്താൻ വേണ്ടി ആൾക്കാർ, പര്യവേഷകർ വരും. ഇങ്ങനെ പര്യവേഷകർ വന്ന് ഇങ്ങനെ അന്വേഷിച്ച കൂട്ടത്തിൽ ഈ കുറിപ്പുകൾ കിട്ടി. ഈ വൈദികൻ എഴുതിയ കുറിപ്പുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് കിട്ടിയത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ പല ഇടങ്ങളിൽ നിന്നായിട്ട് ഈ കുറിപ്പുകൾ കിട്ടി. ഇത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ചോര വരും അതുപോലത്തെ അനുഭവങ്ങളാണ് ഇദ്ദേഹത്തിനും കൂടെയുള്ളവർക്കൊക്കെ കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോൾ കരളലിയിപ്പിക്കുന്ന സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും അനുഭവങ്ങളാണ് ഈ കുറിപ്പുകളിൽ ഇവർക്ക് വായിക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ അദ്ദേഹം നമ്മളിത് ഓരോന്ന് ഓർഡർ അനുസരിച്ച് വായിച്ചു വരുമ്പോൾ ഏറ്റവും അവസാനമായി എഴുതിയ കുറിപ്പ്, അവസാനമായി അദ്ദേഹം എഴുതിയ കുറിപ്പ്, ആ കുറിപ്പിൽ എഴുതിയ വരികൾ ഇപ്രകാരമായിരുന്നു: ഞാൻ എൻ്റെ ഡയറി എഴുത്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഒരിക്കലും എൻ്റെ വേദനകളെ, എൻ്റെ മുറിവുകളെ, എൻ്റെ വിഷമങ്ങളെ നോക്കി ഒരിക്കലും ഞാൻ പരാതി പറയില്ല. എൻ്റെ മുറിവുകളെ നോക്കി, എൻ്റെ സങ്കടങ്ങളെ നോക്കി, എൻ്റെ വിഷമങ്ങളെ നോക്കി ഞാൻ ഇനി ഒരിക്കലും പരാതി പറയില്ല. കാരണം ഇന്നലെ രാത്രി എനിക്കൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ക്രൂശിതന്റെ മുറിവിന്റെ ആഴം ഞാൻ കണ്ടു. പിന്നീട് ഒരിക്കലും എൻ്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. ഇന്നലെ രാത്രി എനിക്കൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ക്രൂശിതന്റെ മുറിവിന്റെ ആഴം ഞാൻ കണ്ടു. പിന്നീട് ഒരിക്കലും എൻ്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുറിവുകൾക്ക് എങ്ങനെ യേശുവിന്റെ മുറിവ് ആശ്വാസമാകും എന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഞാൻ മുറിയാതിരിക്കാൻ എനിക്ക് പകരം മുറിഞ്ഞൊരാളുണ്ട്. ഞാൻ ക്ഷതമേൽക്കാതിരിക്കാൻ എനിക്ക് പകരം ക്ഷതമേറ്റൊരാളുണ്ട്. ഞാൻ മരിക്കാതിരിക്കാൻ എനിക്ക് പകരം മരിച്ച ഒരാളുണ്ട്. യേശുവിന്റെ മുറിവിലേക്ക് നോക്കുമ്പോൾ യേശു എനിക്കായി ഏറ്റെടുത്ത മുറിവിന്റെ ആഴം ഞാൻ ധ്യാനിച്ചാൽ പിന്നെ നമ്മൾ നമ്മുടെ മുറിവിലേക്ക് നോക്കി വിഷമിക്കില്ല, ഭാരപ്പെടില്ല. നമ്മുടെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ പ്രതിസന്ധികളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് ഒക്കെ നോക്കി ഭാരപ്പെടുകയോ നെടുവീർപ്പെടുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഈശോ കടന്നുപോയ ഭീകരമായ സഹനത്തിന്റെയും വേദനയുടെയും അത് നമ്മളൊരു ധ്യാനമാക്കി മാറ്റിയാൽ നമുക്ക് നമ്മുടെ വേദന ഒരിക്കലും നമ്മുടെ മുറിവുകൾ ഒരിക്കലും നമ്മളെ കരയിപ്പിക്കില്ല. അപ്പൊ നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് ആശ്വാസം, നമ്മൾ ശരിക്കും തിരുഹൃദയത്തെ ധ്യാനിച്ചാൽ, യേശുവിന്റെ തിരുമുറിവുകളെ ധ്യാനിച്ചാൽ നമ്മുടെ മുറിവുകൾ നമ്മളെ ഒരിക്കലും പിന്നെ കരയിപ്പിക്കില്ല എന്ന് തിരിച്ചറിയുക. കുറച്ചു നേരത്തെ അവരുടെ സംഭാഷണം കഴിഞ്ഞവർ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ പോകാൻ നിൽക്കുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ വലിയ കൗതുകത്തോടെ പിതാവിനെയും ബിഷപ്പിനെയും നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ പോകുന്ന നേരത്ത് ഈ അമ്മ ബിഷപ്പിനോട് പറയാണ്, എൻ്റെ ഈ മകന്, ഈ കുഞ്ഞിന് പിതാവിന് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയാണ്. അപ്പൊ ഈ ബിഷപ്പ് ആ കൊച്ചിനെ നോക്കി, എന്നിട്ട് ഇങ്ങനെ വെറുതെ ചോദിച്ചു, ശരിയാണോ മോനെ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി വലിയ സന്തോഷത്തോടെ ഇങ്ങനെ തലയാട്ടി കാണിച്ചു, ശരിയാണെന്നുള്ള മട്ടിൽ തലയാട്ടി കാണിച്ചു.
അപ്പോ ഈ പിതാവ് വെറുതെ ചോദിച്ചു, അല്ല എത്രയുണ്ട് നിനക്ക് എന്നോടുള്ള ഇഷ്ടം എന്ന് ചോദിച്ചു. എത്രയുണ്ട് നിനക്ക് എന്നോടുള്ള ഇഷ്ടം? അപ്പോ ഈ കുഞ്ഞ് പറഞ്ഞു, ഒരുപാട് ഇഷ്ടമാണെന്ന്. ഒരുപാട് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ പിതാവ് വെറുതെ ചോദിച്ചു, കൊച്ചാണല്ലോ, വെറുതെ ഇങ്ങനെ 5 മിനിറ്റ് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. പിതാവ് പിന്നെയും ചോദിച്ചു, അല്ല ഈ ഒരുപാടെന്ന് പറയുമ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അതൊന്ന് കാണിച്ചു തരാമോ? അപ്പൊ കുട്ടി ഇങ്ങനെ 2 കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചു. 2 കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഇത്രയും എനിക്ക് പിതാവിന് ഇഷ്ടമാണ്. പിള്ളേര് സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ്, കുട്ടികൾ സാധാരണ ചെയ്യുന്ന രീതി. പിതാവ് വെറുതെ ഈ കുട്ടിയുടെ ഒരു തമാശയ്ക്ക്, ഒരു കുസൃതി എന്ന പോലെ ചോദിക്കുകയാണ്, അല്ല ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ മുഖം ആകെ വിവരണമായി. ഇനിയിപ്പോ എന്നെ ചെയ്യുക, എന്നെ പറയാ, എന്നെ കാണിക്കുക, അവൻ അറിഞ്ഞുകൂടാ. അവൻ പിന്നെ പരമാവധി 2 വശത്തേക്കും വിരിച്ചു പിടിക്കാവുന്ന അത്ര കരം വിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. അവന്റെ മുഖം എന്താ പറയാ, മുഖത്തെ മാംസപേശികളൊക്കെ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. കണ്ണൊക്കെ പതുക്കെ പുറത്തേക്ക് തള്ളി വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവനെ അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ശ്വാസം മുട്ടിയാൽ എന്ന പോലെ ഇങ്ങനെ എയർ പിടിച്ച് അവനിങ്ങനെ നിൽക്കുകയാണ്. എത്രമാത്രം എനിക്ക് ഇത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പരമാവധി വിരിച്ച് കരങ്ങളുമായി. അപ്പൊ അറിയാതെ അവന്റെ കണ്ണിലൊക്കെ ഒരു കണ്ണീര് ഉരുണ്ട് കൂടുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ കൈയും വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് പിതാവ് വല്ലാതെയായി. പിതാവ് ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്, പക്ഷെ പിതാവ് ആകെ വല്ലാതെയായി. അത് കഴിഞ്ഞ് പിതാവ് അവനിങ്ങനെ ചേർത്തിങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ പിതാവ് കുറിച്ച വരികൾ എങ്ങനെയായിരുന്നു? അവന്റെ നിറഞ്ഞ മിഴികളിൽ ക്രൂശിതന്റെ വിരിച്ചു പിടിച്ച കരങ്ങൾ ഞാൻ കണ്ടു. അവന്റെ നിറഞ്ഞ മിഴികളിൽ ക്രൂശിതന്റെ വിരിച്ചു പിടിച്ച കരങ്ങൾ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, യേശുവിന്റെ തിരുമുറിവുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? വിരിച്ചു പിടിച്ച കരങ്ങളും തുറന്നിട്ടിരിക്കുന്ന വാതിലുമായി, ഒരു ഹൃദയ വാതിൽ തുറന്നിട്ട് വിരിച്ചു പിടിച്ച കരങ്ങളായി കുരിശിൽ തൂങ്ങിയാടുന്ന 3 ആണുകൾ തൂങ്ങിയാടുന്ന ദൈവപുത്രനെ നമുക്ക് കാണാൻ പറ്റണം. എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു വാതിലാണത്. എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു വാതിൽ. ആ ഹൃദയത്തിൽ ഇടമുണ്ട്, എനിക്ക് ഇടമുണ്ട്. എന്റെ പാപം, എന്റെ രോഗം, എന്റെ തിന്മ, എന്റെ എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ എനിക്ക് അവിടെ ഒരു ഇടമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഇടമുണ്ട്. സകല മനുഷ്യർക്ക് അതിനകത്ത് ഇടമുണ്ട്. ഹൃദയത്തിലെ മുറിവ്, ഞാൻ നേരത്തെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു, അതിന്റെ ഒരു ഉത്തരം പറയാതെ ബാക്കി വെച്ചത് ഇതാണ്: എന്തിനാണ് ഈശോ ഉത്ഥാനത്തിന് ശേഷം 5 മുറിവുകൾ അവശേഷിപ്പിച്ചത്? ബാക്കി ശരീരത്തിലുള്ള സകല മുറിവുകൾ ഉണങ്ങിയിട്ടും എന്തുകൊണ്ട് ഈശോ ഈ 5 മുറിവുകൾ അവശേഷിപ്പിച്ചു?